إلى ربه أحب رضاه أحب لقاه يظل يجيء إلى ربوة قرار ويسمو وذا مرتضى فلا لهو يثنيه عن سيره ولا جمع مال تغشى إذا ما ينادي مناد الفلاح تراه لذاك يحث خطاه تراه لذاك يحث خطاه جمال الوجود بذكر الإله وتصفو الحياة بنور هدى جمال الوجود بذكر الإله وتصفو الحياة بنور هدى وتطرب نفس له طاعة ويبلغ سعد إلى منتهى يتم ربي أيا غافرا رجوتك عفوا ولا لي سواه ودمع ഇസ്ലാമിക് അക്കാദമിയിലെ പുതുതായി പടുത്തുയർത്തിയ കെട്ടിട ഉദ്ഘാടനം സയ്യിദ് പാണക്കാട് സയ്യിദ് സാദിഖ് ഇശാഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. اللهم صل صلاة كاملة سلام كاملة سيدنا محمد التنزيل بالصلوات والسلام ومالك الكريم وعلى آله وصحبه وكافة المسلمين على آل سيدنا مولانا محمد. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا ولسنا بهم واجمع بيننا وبينهم في جناتك النعيم. ശാസ്ത്രത്തിന്റെ കാഴ്ചകൾക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോയ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ പഠനം, അധ്യാപനം, അതൊന്നുകൊണ്ട് മാത്രമേ ഈ ആസുരകാലത്ത് മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് ലോകം ഒന്നിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, അതിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥാപനം എന്നത് ഏറ്റവും മഹത്തരമായ ഒരു സംവിധാനമാണ്. ظهر الفساد في البر والبحر بما كسبت أيدي الناس എന്ന് വിശുദ്ധ ഖുർആൻ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുമ്പോൾ ഭൂമിയിൽ, ആകാശത്തിൽ, കടലിൽ എല്ലായിടങ്ങളും ഫിത്ന വ്യാപിക്കുന്ന ഒരു കാലം, അന്ന് മനുഷ്യന്റെ കാര്യങ്ങളാണ് ഒരു കാരണമെന്ന് ഖുർആൻ ആദ്യമേ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ പരിഹാരമെന്ന് അത് ഖുർആനിന്റെ ആശയമാണ്, അധ്യാപനമാണ്, മതമൂല്യങ്ങളിലേക്ക് തിരിച്ചുപോക്കാണെന്ന് ഈ വേദി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മുടെ മഹത്തരമായ ഈ വേദി, ഈ പരിപാടി നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഏകദേശം 8 മാസം മാത്രം എടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് 2 വർഷത്തിൻ്റെ വയസ്സ് മാത്രമേ ഉള്ളൂ. ആ 2 വയസ്സ് കൊണ്ട് 4 മക്കൾക്ക് ഹിഫ്ള് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇവിടെ 10 വർഷം വരെ താമസിച്ച് ഹിഫ്ള് കഴിഞ്ഞ് അതിനുശേഷം ശരീഅത്ത് പഠിച്ച് മതഭൗതികമായ വിദ്യാഭ്യാസം നേടി
ഈ സമൂഹത്തിന് ഉതകുന്ന ഉന്നതരായ പൗരന്മാരൊക്കെ മാറ്റി നമുക്ക് ഈ സമുദായത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനം എന്നത് എന്തൊക്കെ സംവിധാനമാണോ വേണ്ടത് അതിൻ്റെ പൂർത്തീകരണമാണ് ഏറ്റവും മുന്നേ പൂർത്തീകരിച്ചത്. സാധാരണ കുട്ടികൾക്ക് ഓടിക്കഴിഞ്ഞ ശേഷമാണ് വീട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. അള്ളാഹു എല്ലാ നിയമത്തിലും ദാഹിമാക്കി നിർത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥന മാത്രം നൽകിക്കൊണ്ട് ബഹുമാന്യരായ ഈ വേദിയിലേക്ക് നമുക്ക് ഈ സ്ഥാപനത്തെ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന മഹന്നരായ സയ്യിദ് തലവാടിന്റെ കാരണവർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം വിനയപൂർവ്വം ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ വേദി يصله الله صوف من أتى فتلك سجايا لقلب سليم إلى الله دوما تدور رحى فيا سعد من كان ذا همة إلى جنة في أعالي سماء إلى جنة وتصفو الحياة بنور هدى جمال الوجود بذكر الإله وتصفو الحياة بنور هدى وتطرب نفس له طاعة ويبلغ سعد إلى منتهى على جبين سعادتي وأفكاري تجري الحروف بأشواق وأزهار هذه يا قد سرت للسعد في أمل تروي الجمال بألحان وأطيار عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار على جبين سعادتي وأفكاري تجري الحروف بأشواق وأزهار هذه يا قد سرت للسعد في أمل تروي الجمال بألحان وأطيار أسماء ترسم ألحان الوفا كلم يبدو بديعا على خير وإيثار ومريم ترتوي بالحب قد بعثت ألفاظها فرحة تروى بأمطار كذاك شيبه تسقي الروح بهجتها وتنتقي حبها من غير يختار പ്രഭാഷകന്മാരും അതിന് പ്രമുഖരൊക്കെ തന്നെ ഇവിടെ ഓരോ ദിവസങ്ങളിലായിട്ടുള്ള പരിപാടിയിൽ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുവാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കബീർ ബാപ്പൻ ഇന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാരവത്തായ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രഭാഷണ ചാതുരിയും ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നു. വളരെ സന്തോഷമുണ്ട് കലാം ഹാജിയുടെ മഹനീയമായിട്ടുള്ള ഈ സ്ഥാപനം. ഇതിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ
ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻപും ഇതിൻ്റെ പരിപാടിയിലൊക്കെ സംബന്ധിക്കുവാനും സാധിച്ചു. വളരെ എളിയ രീതിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠന സൗകര്യങ്ങളും അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള കെട്ടിടവും തന്നെയാണ് കുട്ടികളുടെ പഠനാവശ്യാർത്ഥമുള്ള പുതിയ സൗകര്യങ്ങളൊക്കെ പുറത്തിറങ്ങിക്കൊണ്ട് അതിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഹിഫ്ള് കുട്ടികളെ ഹാഫിളാക്കുന്ന കാര്യത്തിലുള്ള വളരെ ഉദ്ദേശശുദ്ധിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യവും ചൈതന്യവുമായിട്ടാണ് ഇപ്പോൾ ഹിഫ്ള് കോളേജുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കാണാൻ കഴിയും. 10 കൊല്ലം മുമ്പ് വരെ ഹിഫ്ള് കോളേജുകൾ നമുക്ക് ഇത്രക്കേറെ ഉണ്ടായിരുന്നില്ല. അറബി കോളേജുകളുണ്ടാവും, അതുപോലെ തന്നെ ശരിയ കോളേജുകളുണ്ടാവും, മറ്റ് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ സംവിധാനങ്ങളുണ്ടാവും. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഹിഫ്ള് കോളേജുകളും നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഉയർന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നു. സമൂഹം അതേറെ ആഗ്രഹിക്കുന്നു, സമൂഹം അതേറെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ്. സമൂഹത്തിൻ്റെ സ്വപ്നമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹിഫ്ള് മാറിയിട്ടുള്ളത്. കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ ഹാഫിളന്മാരാക്കണം. ആൺകുട്ടികളാണെങ്കിൽ ഹാഫിളാക്കണം, പെൺകുട്ടികളാണെങ്കിൽ അവരെ ഹാഫിളകളാക്കണം എന്നൊക്കെയുള്ള സ്വപ്നം ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് ഗർഭസ്ഥ ശിശുക്കൾ പോലും അവർ പോലും ഒരു നേർച്ചയാക്കുകയാണ്. എൻ്റെ കുട്ടി വയറ്റിലിരിക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചാണ് അവർ പറയുന്നത്, എൻ്റെ കുട്ടീനെ എനിക്ക് ഹാഫിളാക്കണം, എൻ്റെ കുട്ടീനെ എനിക്ക് ഹാഫിളാക്കണം. നമ്മളോടൊക്കെ പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, പല വിഷമങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറയും, എനിക്കൊരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിയെ ഹാഫിളാക്കണമെന്ന് എനിക്ക് നേർച്ചയുണ്ട്, എനിക്കൊരു കടമയുണ്ട്. അപ്പോൾ അപ്പോൾ അതൊരു സ്വപ്നമാണ്. ഇന്നത്തെ കാലത്ത് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത് ഒരാവശ്യം മാത്രമല്ല, അതൊരു സ്വപ്ന തുല്യമായ ഒരു ഉദ്യമമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ആ സമൂഹം അത് ഉൾക്കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ കോളേജുണ്ടാകുമ്പോൾ അതിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുവാൻ രക്ഷിതാക്കൾക്ക് ഒരു മടിയും കാണുന്നില്ല. അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ള വ്യത്യാസമില്ല എന്നുള്ളതാണ്. എവിടെയൊക്കെ കോളേജുണ്ടോ അവിടേക്ക് പറഞ്ഞയക്കുവാൻ രക്ഷിതാക്കൾ ഇന്ന് തയ്യാറാകണം. ഇത് പഴയ കാലത്തെ പോലെയല്ല. ഹിഫ്ള് കോളേജുകൾക്കും വ്യവസ്ഥാപിതമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, നേതൃത്വമുണ്ട് എന്നുള്ളതാണ്. അവിടെ 4 ചുവരുക്കുള്ളിൽ ക്ലാസ് മുറിക്കുള്ളിൽ ഹാഫിളായ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം ഏറ്റുചൊല്ലുക എന്നതിലുപരിയായിട്ട് ഓൺലൈനിൽ കൂടി ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. അത് ഇന്റർനാഷണൽ തലത്തിലുള്ള രീതികൾ അവലംബിക്കുന്നു എന്നുള്ളതാണ്. ഹിഫ്ളിന് ഒരുപാട് രീതികളുണ്ട്, 7ഓളം അറിയപ്പെടുന്ന രീതികൾ തന്നെയുണ്ട്. ഹിഫ്ളിൻ്റെ ആ ശൈലി എന്നുള്ളത് അത് മദീനയെ മക്കയിലെ ഇമാം സുദൈസി തൊട്ട് ഉള്ളവരുടെ ശൈലികൾ. ഈജിപ്ഷ്യൻ ശൈലിയുണ്ട്, ലിബിയൻ ശൈലിയുണ്ട്, മലേഷ്യൻ, ഇന്തോനേഷ്യൻ തരത്തിലുള്ള ശൈലികളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ശൈലികളുണ്ട്. നമ്മൾ ഇന്ത്യയുടെ തന്നെ വിവിധ ഖിറാഅത്ത് രൂപങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരേന്ത്യ ശൈലിയുണ്ട്, ഹൈദരാബാദിലെ ശൈലിയുണ്ട്. നമ്മുടെ കേരളത്തിലാണ് പിന്നെയും അത് പരിചയമായി വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശൈലികൾ, ആ ശൈലികളിലൂടെയൊക്കെയുള്ള പഠനം നടക്കുന്നു. അതിന് ഓൺലൈൻ സംവിധാനം വഴി ആ പഠനം നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു. അപ്പം തജ്വീദിൻ്റെ പാഠങ്ങളും അവർക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി പരിശുദ്ധ ഖുർആനിനെ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക വഴി അവർക്ക് നല്ല ഇൻട്രസ്റ്റിങ്ങോടെ ഖുർആൻ പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നു. അള്ളാഹു നബിൽ ഖുബൂറിനാ ബിനൂരിൽ ഖുർആൻ എന്ന് നമ്മൾ ദ്വാരക്കാറുണ്ട്.
ഖുർആന്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ കബറിനെ നീ പ്രകാശമാനമാക്കണമെന്നുള്ള നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആ കുട്ടികളുടെ ഹൃദയത്തിലെ ഖുർആന്റെ പ്രകാശം, ആ പ്രകാശത്തെ രക്ഷിതാക്കളുടെ കബറിടങ്ങളിലേക്കുമാറാകട്ടെ. നമുക്ക് ആ പ്രകാശത്തിലൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും അവർക്ക് വഴികാണിക്കുവാൻ പ്രവർത്തിക്കാൻ പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ്. കൊയ്യോട് ഉമറുസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനുഗ്രഹത്താൽ ഈ സ്ഥാപനത്തിൻ്റെ അനിവാര്യതയും ഇതിൻ്റെ ആവശ്യകതയും ഏറെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാപന സമുച്ചയമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സ്ഥാപനങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അനിവാര്യമാണ് എന്നതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകം അള്ളാഹു സൃഷ്ടിക്കുകയും അതിലേക്ക് അള്ളാഹുവിൻ്റെ ഉത്തമമായ സൃഷ്ടികളായ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ച് അയക്കുകയും ചെയ്തപ്പോൾ ഈ സമൂഹത്തിനെ നേർവഴിയിലാക്കാൻ വേണ്ടി അള്ളാഹു 1,00,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹത്തുക്കളായ മഹാന്മാരാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു തആല വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കിതാബുകളും ഏടുകളും നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇതെല്ലാം പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഏടുകൾ 100 ഏടുകൾ അള്ളാഹു ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ 4 കിതാബുകളും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതിനെല്ലാം പുറമെ സുബുറുൽ അവ്വലീൻ എന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരുപാട് സുവിശേഷങ്ങളും അള്ളാഹു പ്രവാചകന്മാർ മുഖേന ഈ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഒഴികെ ബാക്കി സർവ്വ ഏടുകളും സർവ്വ കിതാബുകളും സർവ്വ സുവിശേഷങ്ങളും എല്ലാം അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ നിഷ്കാസനം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് വിശുദ്ധ ഖുർആൻ മാത്രമേ അതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടി കോപ്പികൾ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ബാക്കി ഒറ്റ കിതാബിൻ്റെയും ഒരു കോപ്പി പോയിട്ട് ഒരു പേജ് ഒറിജിനൽ കിട്ടാനില്ല. സ്ഥാപനത്തിനെ വളർത്തുവാനും ഉയർത്തുവാനും നാം പരിശ്രമിക്കണമെന്ന് ഈ ഏറ്റുവാങ്ങാൻ വേണ്ടി സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആത്മീയ സമുച്ചയത്തിന്റെ സമുദ്ഘാടന കർമ്മമാണ് മഹാനായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയമായ കരങ്ങളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വളരെ സമയബന്ധിതമായി കടികാര നിർബന്ധ ബുദ്ധിയോടെ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഒരു ആമുഖത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. തീർച്ചയായും റൗദത്തുൽ ഉലൂം ഇസ്ലാമിക് അക്കാദമി എന്ന ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ അക്ഷര വിപ്ലവ ആവിഷ്കാരത്തിന് ഇവിടെ തുടക്കം കുറിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഏറെ ഉണ്ടാവും. പക്ഷേ ഏറെ ഉണ്ടാകുന്നു എന്നത് ഒരു ആമുഖത്തിലോട്ട് ഞാൻ കടക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കേരളക്കരയിലെ പ്രമുഖരായ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ഇവിടെ മനോഹരമായി നടന്നുപോയിട്ടുണ്ട്. പ്രമുഖരായ പ്രഭാഷകരുടെ പ്രഭാഷണ വിഷയങ്ങൾക്കപ്പുറം 5ാമത് അടുത്ത ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഏത് വിഷയം എങ്ങനെ പറയണം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി.
സത്യത്തിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം കൊടുത്ത ഡേറ്റ് 2-ാം തീയതി. മഹമ്മൂദാണ് എന്നെ നിർബന്ധിച്ച് 6-ാം തീയതി ആക്കി. അതായിരുന്നെങ്കിൽ, ആദ്യമായിരുന്നെങ്കിൽ വലിയ വെല്ലുവിളികളില്ലാതെ പറ്റിയ ഒരു തോന്നിയ വിഷയം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ 4 ദിവസമായി എല്ലാവരും വളരെ വിശാലമായി ഒരു സ്ഥിര പ്രഭാഷണത്തിന്റെ വിഷയങ്ങളെല്ലാം മനോഹരമായി കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സദസ്സ് വളരെ കടികാര നിർബന്ധ ബുദ്ധിയുണ്ട് 10:30 അവസാനിക്കണം. ഏതായാലും ഒരു കാര്യം, റൗദത്തുൽ ഉലൂമിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഇതൊന്നുമില്ലാതിരുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഒന്നുമില്ലാതെ ഇതൊരു കാലിത്തറയായി കിടന്ന സമയത്ത് ബഹുമാന്യനായ ബാലിൻ യൂസുഫ് ഹാജി ഇങ്ങനെ ഒരു ആഗ്രഹം പറയുകയും അദ്ദേഹത്തിന്റെ മക്കൾ മഹ്മൂദും ഷഫീറും അസ്നമും ഷമ്മാസുമായി ഞാൻ ഈ സ്ഥലം വന്ന് കാണുകയും ഇവിടെ നടക്കാൻ പോകുന്ന, ഇവർ നിർമ്മിക്കാൻ പോകുന്ന വലിയ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജിനെ കുറിച്ച് അന്ന് എന്നോട് പറയുമ്പോൾ, ഏതാണ്ട് ഒരു 4 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം ഞാനിവിടെ എത്തുമ്പോ ഇത്രമേൽ മനോഹരമായി അവർ മനസ്സിൽ കണ്ട ഒരു പദ്ധതിയെ ഇത്രമേൽ മനോഹരമായി ആവിഷ്കരിച്ചു എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്വകാര്യ വ്യക്തി തനിക്ക് അല്ലാഹു നൽകിയ, ഒരു വിശ്വാസിയായ ഒരു മുഅ്മിൻ തനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നിലനിർത്താൻ വേണ്ടി ഒരു ഹിഫ്ദുൽ ഖുർആൻ സ്വന്തമായ സമ്പാദ്യം കൊണ്ട് അതിനെ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതാ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പ്രതിഫലം. ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ ഞാൻ പോവുകയാണ്. 23 വർഷക്കാലം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളെ ഏൽപ്പിച്ച് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. നിങ്ങളെ ഞാൻ 2 കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിലൊന്നാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെയാണ് എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയോടെ ഹജ്ജത്തുൽ വിദായിൽ അമാനത്തായി തന്നെ ഏൽപ്പിച്ച വിശുദ്ധമായ ഖുർആനിന്റെ പ്രബോധനത്തിനു വേണ്ടി ഹബീബ് പറഞ്ഞ വാക്കുകൾ അത്രമേൽ പാലിക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് ഒരു ചെറിയ സൗഭാഗ്യമൊന്നുമല്ല.